കയ്യിലുള്ള ചിത്രം ഓട്ടോ ഡ്രൈവർമാരെയും തെരുവുകളിൽ ഉള്ളവരെയും അതുപോലെ തന്നെ കടകളിലുമൊക്കെ ഓരോരുത്തരെയായി കാണിച്ച് പോലീസ് തിരച്ചിൽ നടത്തി. പക്ഷേ ആ കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. നാഗർകോവിലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പ്രകാരം കുട്ടി കന്യാകുമാരിയിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് പോലീസിന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ തിരച്ചിലിൻ്റെ സ്വഭാവം ഇനി എന്തായിരിക്കും? കന്യാകുമാരി കേന്ദ്രീകരിച്ച് സൂക്ഷ്മതലത്തിലുള്ള തിരച്ചിലായിരിക്കില്ലേ പോലീസ് ഇനി നടത്താൻ പോകുന്നത്? എന്താണ് വിവരം അജീഷ്? ഗോപി, ഈ കഴിഞ്ഞ 6-7 മണിക്കൂറായി നിലച്ചിരുന്ന അന്വേഷണം വീണ്ടും അതിന് പ്രവേഗം കൈവന്നിരിക്കുകയാണ്. എന്തായാലും ഈ നാഗർകോവിലിന് കിട്ടിയിട്ടുള്ള നിർണായക തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ നമുക്ക് എത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയതായിട്ടോ പുറത്തു പോയതായിട്ടോ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സാധ്യത പോലീസ് അനുമാനിക്കുന്നത്, അതായത് ഈ 3:25-നാണ് സാധാരണ ഐലൻഡ് എക്സ്പ്രസ് സാധാരണ ഇതിന് മുമ്പേ വരാറുണ്ട്. എന്തായാലും ഇന്നലെ വന്നത് 3:25-നാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. അതിനുശേഷം ക്ലീനിങ്ങിന് ശേഷം 5:50-ന് ഇവിടെ നിന്ന് ആ സെയിം തീവണ്ടി ചെന്നൈയിലേക്കാണ് പോകുന്നത്. സാധാരണ ഈ ചെന്നൈയിലേക്ക് പോകുന്ന തീവണ്ടിയിലേക്ക് ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാര്യമായ തിരക്കുണ്ടാവാറുണ്ടെന്ന് നമ്മൾ റെയിൽവേ പോലീസുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അപ്പോൾ ഈ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ എല്ലാം കയറിയതിന് ശേഷമായിരിക്കും ക്ലീനിങ് ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഉള്ളവർ, അതായത് ഈ ബംഗളൂരിൽ നിന്ന് പുറപ്പെട്ട് കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ട്രെയിനിലെ എല്ലാ ആളുകളെയും ഒഴിപ്പിച്ച ശേഷം ക്ലീനിങ് നടത്തുന്ന ഒരു പതിവില്ല. സാധാരണ 2 മണിക്കൂർ മാത്രം ഇവിടെ ഹോൾട്ട് ചെയ്ത ശേഷം 5:50-ന് ഇവിടെ നിന്ന് എടുക്കുന്ന വണ്ടി പിറ്റേന്ന് പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചെ 6 മണിക്ക് അത് ചെന്നൈയിലെത്തും. അങ്ങനെയാണ് ആ ട്രെയിനിൻ്റെ ക്രമീകരണം. പിന്നീട് പിറ്റേ ദിവസം ആ ട്രെയിൻ പിന്നെ അവിടുന്ന് വീണ്ടും ചെന്നൈയിൽ നിന്ന് കന്യാകുമാരി വന്ന ശേഷം പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ഐലൻഡ് എക്സ്പ്രസ്സായി വീണ്ടും ബംഗളൂരിലേക്ക് പോകും. ഇതാണ് അതിൻ്റെ ഒരു പതിവ്. ഈ ഐലൻഡ് എക്സ്പ്രസിൻ്റെ ഒരു പതിവ് ഇങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടി ആ ട്രെയിനിനകത്ത് നിന്ന് പുറത്തിറങ്ങാതെ അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കുമോ എന്നൊരു സംശയവും പോലീസ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിൻ ഓൾറെഡി ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു. ആ പെൺകുട്ടി ചെന്നൈയിൽ എത്താനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം ക്ഷീണിതയായി വളരെ അവശയായി കണ്ടിരുന്ന പെൺകുട്ടിയാണ്. ഈ ട്രെയിനിനകത്ത് വളരെ ഭയപ്പാടോടെ കണ്ടിരുന്ന പെൺകുട്ടിയാണ്. ആ ട്രെയിനിനകത്ത് നിന്ന് പുറത്തിറങ്ങിയിരിക്കില്ല. ഒരുപക്ഷെ ആളുകളൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ സീറ്റിനടിയിലോ അല്ലെങ്കിൽ ആ ടോയ്ലറ്റിലൊക്കെ ഒളിച്ചിരിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു വശവും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുമാനം മാത്രമാണ്, ഒരു വ്യക്തതയും ഇത് സ്ഥിരീകരിച്ച സംഭവമല്ല. എന്തായാലും ഈ CCTV കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപക പരിശോധന നടത്തിയെങ്കിലും ഒരു തുമ്പ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയും ഒരു സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ നാഗർകോവിൽ ഈ CCTV കിട്ടിയ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ഇവിടെ തുടരുന്ന 5-അംഗ സംഘം വീണ്ടും CCTV കൺട്രോൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടോ എന്ന് നേരത്തെ അവർ പരിശോധിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും CCTV വീണ്ടും അവർ ഒന്നും കൂടി പരിശോധിക്കും. ഈ കുട്ടിയെ നാഗർകോവിൽ കണ്ട ഈ ട്രെയിനിൻ്റെ ബോഗി ഭാഗത്ത്, ആ ബോഗി ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്, പ്ലാറ്റ്ഫോമിൻ്റെ ഏത് ഭാഗത്താണ് വരുന്നത്, അവിടുത്തെ ഭാഗത്തിലുള്ള CCTV വിഷ്വൽസ് ഒന്നും കൂടി പരിശോധിക്കാനാണ് പോലീസ് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ആ വിഷ്വൽസ് ഒന്നും കൂടെ പരിശോധിച്ച ശേഷം പെൺകുട്ടി ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ഇനി അടുത്ത നടപടിയിലേക്ക് എന്തായാലും പോലീസ് കടക്കും. എന്തായാലും നാഗർകോവിലിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ വേറെ ഒരു സ്റ്റോപ്പുമില്ല. നേരെ ട്രെയിൻ എത്തുന്നത് കന്യാകുമാരിയിലാണ്. അവിടെ ഒരു 2 മണിക്കൂർ ട്രെയിൻ ഹോൾട്ട് ചെയ്യും. അതിനുശേഷം അത് ക്ലീനിങ്ങിന് ശേഷം ചെന്നൈയിലേക്കാണ് ആ ട്രെയിൻ അടുത്ത സർവീസ് നടത്തുന്നത്. അത് പതിവായിട്ടുള്ളൊരു സർവീസാണ്. ഇങ്ങനെയാണ് നടത്തുന്നത്. സാധാരണ നമ്മളിവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഈ തിരുവനന്തപുരത്ത്, അതായത് ഈ ഐലൻഡ് എക്സ്പ്രസ് സാധാരണ ബംഗളൂരുവിൽ നിന്ന് സർവീസ് തുടങ്ങി തിരുവനന്തപുരത്തിന് ശേഷം ഈ പിന്നീടുള്ള സർവീസുകളിൽ ആൾ കുറവായിരിക്കും. നമ്മൾ ചില യാത്രക്കാരോടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇന്നലെ ഈ തിരുവനന്തപുരത്തിന് ശേഷം ഈ പാറശാലയും അതേപോലെ തന്നെ കുഴിത്തറയും എറണാകുളം അതേപോലെ നാഗർകോവിലൊക്കെ ആളുകൾ കുറവായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാനുണ്ടായിരുന്നുള്ളൂ. നാഗർകോവിലൊക്കെ 30-40 ആളുകൾ മാത്രമേ ഇറങ്ങാനുണ്ടായിരുന്നു. കന്യാകുമാരിയിലും അത്ര തന്നെ ആളുകൾ മാത്രമേ ഇറങ്ങാനുണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു കുട്ടി വളരെ അവശയായി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചില ആളുകളെങ്കിലും അവരെ ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷെ ആരും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങളില്ല. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത് പറഞ്ഞ സാധ്യത, അതായത് ട്രെയിനിനകത്ത് തന്നെ പെൺകുട്ടിയെ തുടർന്ന് ആ ട്രെയിൻ അടുത്ത സർവീസ് തുടങ്ങുമ്പോൾ അതിനകത്ത് കയറി പോകാനുള്ളൊരു സാധ്യത, അത് തള്ളിക്കളയാനാവില്ല. പോലീസ് ആ സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും RPF-ന്റെ സഹായത്തോടെ എന്തായാലും കൂടുതൽ റെയിൽവേ സ്റ്റേഷനിലടക്കം പരിശോധിക്കാനുള്ളൊരു സാധ്യത ആയിരിക്കും പോലീസ് അടുത്ത ഘട്ടത്തിൽ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ വെല്ലുവിളിയാവും. കാരണം മറ്റു പല റൂട്ടുകളിൽ കൂടിയാണ് ചെന്നൈയിലേക്ക് ഈ ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഈ പോലീസ് ഇതുവരെയ്ക്കും ഒരു പരിശോധനയും നടത്താത്ത പല റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധിക്കേണ്ടതുണ്ട്. ചെന്നൈയിലടക്കം കന്യാകുമാരിയിൽ എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയല്ലേ കന്യാകുമാരി കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തുന്നതോ മറ്റു പല സാധ്യതകളെ കുറിച്ചും ഇപ്പോഴും ഈ ഘട്ടത്തിലും പോലീസ് ആലോചിക്കുന്നുണ്ടോ?
ഗോപി, ചോദ്യം വ്യക്തമായില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് കന്യാകുമാരിയിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു തന്നെയല്ലേ പോലീസിന്റെ തിരച്ചിൽ ഇപ്പോൾ? അതോ മറ്റ് സാധ്യതകൾ എന്തെങ്കിലും ഇനിയും ഈ ഘട്ടത്തിലും പോലീസ് സംശയിക്കുന്നുണ്ടോ? ഗോപി, ഇപ്പോഴും ഈ പെൺകുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയതായിട്ടുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല പോലീസിന്. കാരണം അവർ അരിച്ചു പറക്കി ഇവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതാണ്. ആകെ ഒരു ഒറ്റ മൊഴി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ. അയാളുടെ ഒരു പശ്ചാത്തലമൊക്കെ പരിശോധിച്ചപ്പോൾ അയാൾക്ക് അത്ര നല്ല പശ്ചാത്തലമല്ല ഉള്ളത്. അയാൾ പലതരത്തിൽ കള്ളത്തരമൊക്കെ കാണിച്ച് ജീവിക്കുന്ന ഒരാളെന്നാണ് ഇവിടുത്തെ ആളുകൾ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് പോലീസ് അയാളുടെ മൊഴി വിശ്വസിക്കാതെ ഈ കന്യാകുമാരിയിലെ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. CCTVയിലൊന്നും, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇവിടെ പലയിടത്തും CCTV ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിന്റെ തുടക്കം തന്നെ CCTV ഉണ്ട്, ഇതിന്റെ അങ്ങറ്റം ഭാഗത്തുണ്ട്. അങ്ങനെ 10-20 CCTV മാത്രം ഈ റെയിൽവേ സ്റ്റേഷന്റെ പല ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ രണ്ട് വശവും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇതുവഴി പുറത്തേക്ക് കിടക്കാം, അപ്പുറത്തെ ബീച്ചിന്റെ ഭാഗത്തേക്ക് പോകാം. ഇങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ ഏതെങ്കിലും ഒരു CCTVയിൽ ഈ പെൺകുട്ടിയുടെ ദൃശ്യം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഒരിടത്തും പെൺകുട്ടിയുടെ ദൃശ്യം കിട്ടിയിരുന്നില്ല. മാത്രമല്ല, ഇതിന് പുറത്തേക്കുള്ള ബീച്ച് ഭാഗത്തേക്ക് ആളുകളോടും കടകളിലുമൊക്കെ പോലീസ് ഇന്ന് രാവിലെ മുതൽ 2 തവണ ആളുകൾ ഈ കുട്ടിയുടെ ചിത്രം കാണിച്ച് ചോദിച്ചിരുന്നു ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷേ ആ കുട്ടിയെ കണ്ടതായി ആർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഈ പെൺകുട്ടി ഇവിടെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എത്തിയത്. പക്ഷേ എന്തായാലും ഈ നാഗർകോവിലേക്ക് പുറപ്പെട്ട ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു അന്വേഷണം പോലീസ് എന്തായാലും ഇവിടെ നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വീണ്ടും ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഈ പെൺകുട്ടി നേരത്തെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ പോലീസ് പോയി അന്വേഷിക്കും. ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, കടകളുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഒരുപക്ഷെ നേരത്തെ ഒന്നും പോയിരുന്നില്ല. നേരത്തെ 2 കന്യാകുമാരി പോലീസിന്റെ സഹായത്തോടെയാണ് ആ പരിശോധനകളൊക്കെ നടത്തിയത്. പക്ഷേ ഇനി വീണ്ടും അത്തരത്തിലുള്ള പരിശോധനകൾ തുടങ്ങിയേക്കാം. എന്തായാലും നിലവിൽ ഇപ്പോൾ അവർ CCTV വീണ്ടും കൺട്രോൾ റൂമിൽ ആ CCTVകളൊക്കെ ഒന്നേന്ന് പരിശോധിക്കാൻ അത് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാഗർകോവിൽ ആ പെൺകുട്ടി ഇറങ്ങിക്കയറിയ ആ ട്രെയിനിന്റെ ബോഗി വെച്ച് ആ പൊസിഷൻ വെച്ചിട്ടായിരിക്കും ഈ അടുത്ത പരിശോധന നടക്കുന്നത്. ആ പൊസിഷനിൽ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും ആ ട്രെയിൻ വന്നിട്ടുള്ളത്, ആ പൊസിഷൻ നോക്കി ആ പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് CCTV വഴി പരിശോധിക്കും. ഏതെങ്കിലും കാരണവശാൽ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനാണ് ഇപ്പോൾ വീണ്ടും ഏതായാലും പരിശോധനകൾ തംസിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ, തിരച്ചിൽ വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ഇപ്പോഴും പോലീസിന് മുന്നിലുള്ള ഒരു ആശയക്കുഴപ്പം ആ കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ നാഗർകോവിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ കുട്ടിയുടെ യാത്ര കന്യാകുമാരിയിലേക്ക് തന്നെയായിരുന്നു. കന്യാകുമാരി എക്സ്പ്രസ്സിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. പുലർച്ചെ 3 മണിയും 3 മിനിറ്റും കഴിഞ്ഞപ്പോൾ ആ കുട്ടി നാഗർകോവിൽ ജംഗ്ഷനിൽ, കന്യാകുമാരി എക്സ്പ്രസ് നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തിയപ്പോൾ അവിടെ ഇറങ്ങുകയും വെള്ളം കുടിക്കുകയും കുപ്പിയിൽ വെള്ളം കരുതുകയും അതിനുശേഷം അതേ കമ്പാർട്ട്മെന്റിലേക്ക് തിരികെ കയറി എന്നുമാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഈ തെരച്ചിലിന് ഏറെ സഹായകരമാകുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന നിലയ്ക്ക് പോലീസ് അത് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം നേരത്തെ അജീഷ് ജയകുമാർ കന്യാകുമാരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ CCTV അങ്ങോളം ഇങ്ങോളം CCTV സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കന്യാകുമാരിയിലേത്. സ്വാഭാവികമായും ആ പെൺകുട്ടി അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ CCTVകളിൽ ഏതെങ്കിലും ഒന്ന് ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ പതിയേണ്ടതാണ്. പക്ഷേ ആ നിലയ്ക്ക് ഒരു തെളിവും പോലീസിന് കിട്ടിയിട്ടില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു മൊഴി മാത്രമാണ്. അത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് പുറത്ത് വെച്ച് ആ കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ്. ആ മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പോലീസിനുള്ളത്. കാരണം മറ്റാരും തന്നെ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. പോലീസ് ഈ ചിത്രങ്ങൾ ഓരോരുത്തരെയായി കാണിച്ച് പരിശോധനകൾ നടത്തി, അന്വേഷണങ്ങൾ തുടർന്നു, തിരച്ചിൽ നടത്തി. പക്ഷേ ആരും തന്നെ ഈ കുട്ടിയെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരേ ഒരു മൊഴി അതൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടേതാണ്. അത് വിശ്വാസയോഗ്യമല്ല എന്ന ഒരു നിഗമനം ഇപ്പോൾ പോലീസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ തസ്മിത് തംസ് എവിടെ പോയി? ഏത് ദിശയിലായിരിക്കും തസ്മിത്ത് സഞ്ചരിച്ചിട്ടുണ്ടാവുക? എന്തെല്ലാം സാധ്യതകളാണ് തസ്മിത്തിൻ്റെ ഈ തിരോധാനത്തിൽ ഉള്ളത്? കാരണം പെൺകുട്ടി വീട് വിട്ടിറങ്ങിയും 27-28 മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തിരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം പോലീസിനെ സംബന്ധിച്ച് അലട്ടുന്നുണ്ട്. അതിലേറെ ആശങ്കയിലാണ് കഴക്കൂട്ടത്തെ തസ്മിത്തിൻ്റെ മാതാപിതാക്കൾ ഉള്ളത്. തസ്മിത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അരുൺ രാജ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ സംസ്ഥാന പോലീസും തമിഴ്നാടിൻ്റെ പോലീസിൻ്റെയും ഒക്കെ ഒരു സംയുക്ത പരിശോധന തിരച്ചിലുമൊക്കെ നടക്കുകയാണ്. ചില പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും തസ്മിത്ത് എവിടെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ലീഡും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല.